നൈജീരിയയിൽ വീണ്ടും ഇസ്ലാം തീവ്രവാദികളുടെ ക്രൈസ്തവ വേട്ട. 44 പേർ കൊല്ലപ്പെട്ടു, 27 പേരെ തട്ടിക്കൊണ്ടുപോയി. ഇസ്ലാമിക തീവ്രവാദ വിഭാഗമായ ഫുലാനി ഹെഡ്സ്മെൻ വടക്കൻ നൈജീരിയയിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ 49 പേർ കൊല്ലപ്പെട്ടു. മനുഷ്യാവകാശ സംഘടനയായ ക്രിസ്ത്യൻസ് വേൾഡ് വൈഡാണ് തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ഈ വിവരം പുറത്തുവിട്ടത്. സെപ്റ്റംബർ 26, 27 തീയതികളിൽ നടന്ന ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും 27 പേരെ തീവ്രവാദികൾ ബന്ദികളാക്കിയെന്നും ക്രിസ്ത്യൻ വേൾഡ് വൈഡ് റിപ്പോർട്ട് ചെയ്യുന്നു. കച്ചിയ പ്രവിശ്യയിലെ ഗബാച്ചു, മലഗൻ ജില്ലയിലെ മദാമൈ, അബൂൻ കമ്മ്യൂണിറ്റി, കഡുന സംസ്ഥാനത്തെ സാങ്കോൺ കതാഫ് പ്രവിശ്യയിലെ കസാസർ ഗ്രാമം എന്നിവിടങ്ങളിലായിരുന്നു നിരവധി പ്രദേശവാസികളുടെ മരണത്തിന് കാരണമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ അരങ്ങേറിയത്. പ്രദേശത്തേക്ക് ഇരച്ചെത്തിയ ഫുലാനി തീവ്രവാദികൾ കണ്ണിൽ കണ്ടതിന് നേർക്കെല്ലാം വെടിയുതിർക്കുകയായിരുന്നു. ഇത് സമർത്ഥമായി ആസൂത്രണം ചെയ്ത കൂട്ടക്കൊലയാണെന്ന് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട കത്തോലിക്ക വൈദികനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ടവരും ബന്ദിയാക്കപ്പെട്ടവരുമെല്ലാം നൈജീരിയയിലെ പ്രമുഖ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൊന്നായ ഇവാഞ്ചലിക്കൽ സഭാ അംഗങ്ങളാണ്. നൈജീരിയയിൽ ക്രൈസ്തവർ കൊല്ലപ്പെടുന്നതും ബന്ദികളാക്കപ്പെടുന്നതും പതിവാകുകയാണ്. നൈജീരിയയിൽ മാത്രം 2021 ജനുവരി 1 മുതൽ ജൂലൈ 18 വരെയുള്ള 200 ദിനങ്ങൾക്കിടയിൽ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി 3462 പേർ കൊല്ലപ്പെട്ടെന്ന നടുക്കുന്ന റിപ്പോർട്ട് ഇന്റർ സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടന ഈയിടെ പുറത്തുവിട്ടിരുന്നു. ആഫ്രിക്കൻ മണ്ണിൽ ഇസ്ലാമിക തീവ്രവാദികൾ ശക്തി പ്രാപിക്കുമ്പോഴും ഇത്തരം ആക്രമണങ്ങൾ തടയാൻ നടപടികളൊന്നും ഭരണകൂടം കൈക്കൊള്ളുന്നില്ല എന്നതാണ് ഖേദകരം. ലോകരാജ്യങ്ങൾ മഹാമാരിയുടെ പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ലോകത്ത് അസമാധാനം വർദ്ധിപ്പിക്കാൻ ഇസ്ലാം തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുമെന്ന നിരീക്ഷകരുടെ അഭിപ്രായം ശരിവെക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ കേൾക്കുന്നത്. നൈജീരിയയിൽ മാത്രമല്ല, സമീപ രാജ്യങ്ങളായ മാലിയിലും ബുർക്കിനോ ഫാസോയിലും തീവ്രവാദ ആക്രമണങ്ങൾ പതിവാകുകയാണ്.